പണിക്കാർ നാളെ വരുമല്ലോ. ഇതൊന്നും അകത്തേക്കാക്കാനായിട്ട് ഒരുത്തരം കിട്ടിയില്ലോ. ബഷീറ എടോ ചിപ്പിളി ബഷീർ, എന്ത് ചൊപ്പിളിയായാലും നീ ഒന്നും കൂടി വന്ന ഒരു കാര്യം പറയട്ടെ. എടാ ഒന്ന് സഹായിക്കടാ, ഈ കട്ടകളൊന്നും എടുത്ത് അകത്ത് വെക്കണം, നാളെ പണിക്കാർ വരും. സഹായം എൻ്റെ നികുണ്ടൂലില്ല. വേണമെങ്കിൽ നമുക്ക് കൊട്ടേഷൻ ബസ്സിൽ കാര്യങ്ങൾ നിൽക്കാം. എടാ ഇതിനെന്ത് കൊട്ടേഷൻ? എനിക്ക് ആവതുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ ഇത് അകത്ത് വെച്ചേനിരുന്നു. നമുക്കൊരു 1000 റുപ്യ തരികയാണെങ്കിൽ ഇതെടുത്ത് ഞാനകത്ത് ഇതില്ല. നീ തന്നെ നോക്കി, ഇതാകെ 12 എണ്ണുള്ളൂ. ഞാൻ നിനക്കൊരു ചായക്കാശ് തരാം. എത്ര വരും? ഒരു 500 റുപ്യ അങ്ങോട്ട് തരാം. 500 റുപ്യ അല്ലേ? പരിഹാരം ഉണ്ടാക്കാം. 500 റുപ്യയുടെ കൊട്ടേഷൻ നമ്മൾ എടുക്കാറില്ല. പിന്നെ യൂസൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ നമുക്ക് സെറ്റാക്കാം. ഹലോ മജീദ് കാക്ക് ഒരെല്ല മറിച്ചിടാനുള്ള ആരോഗ്യമില്ലെന്നാണ് നമ്മുടെ യൂസുഫ് കാ. പ്ലംബിങ്ങിനൊക്കെ പഠിക്കുന്ന ആളില്ലേ, അതന്നെ ആ പുള്ളിക്കാരൻ പറഞ്ഞത്. അവനെങ്ങനെ പറഞ്ഞ? മജീദ് കാക്ക് ആരോഗ്യം ഉണ്ടോ ഇല്ലോ നമുക്ക് കാണിച്ചു കൊടുക്കണമല്ലോ. മജീദ് കൊണ്ട് ഇങ്ങോട്ട് പെട്ടെന്ന് വാ, ഞാൻ യൂസുഫ് കാട് വിട്ടു. അവനൊന്ന് കാണിച്ചു കൊടുക്കണം എൻ്റെ സ്വഭാവം. വീട്ടോ അവന് വെക്കാൻ സെറ്റാക്കിയിട്ടുണ്ട്. എന്നെ കുറിച്ച് എന്താണ് പറഞ്ഞത്? മജീദ് കാക്ക് ഒരു കട്ട പോലും എടുത്ത് നോക്കാനുള്ള ആരോഗ്യമില്ലെന്ന് ഇയാൾ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ആരോഗ്യം ഒന്ന് കാണിച്ചു കൊടുക്കും മജീദ് കാ. മതി, നീ പിടിക്കണ്ട, ഞാൻ ഒറ്റ കുടിച്ചോളാം. കൂടാ അതെ യൂസുഫ്, ഈ കട്ട മുഴുവനും പുള്ളി അവിടെ എത്തിച്ചോളൂ. അപ്പൊ 500 ഇങ്ങോട്ട് വന്നേരും. പേടിക്കണ്ട, കട്ട മൊത്തം പുള്ളി അവിടെ എത്തിക്കും കേട്ടാ. ഉറപ്പല്ലേ? ഉറപ്പാണ്. ഇനി കട്ട വരണ എന്നെ വിളിക്കാൻ മറക്കണ്ട കേട്ടാ. എന്നെ വിളിച്ചാൽ മതി, നമുക്ക് സെറ്റാക്കാം. എന്തായി പറ പടച്ചോനെ, എന്റെ കാശും പോയി കട്ടയും പോയി. 6 പറഞ്ഞ ബസ്സിൽ ചതിച്ചല്ല മജീദേ. എന്താണത് പോയാലി? എന്താണിത്? ആ ദുഷ്ടനെ കൊണ്ട് എടാ എന്താണ് പറ്റിയ നിനക്ക്? വെള്ളം വേണോ നിനക്ക്? വെള്ളം വേണ്ട. നീ ഓക്കേനാ? ഞാൻ ഓക്കെ. എന്നൊരു കാര്യം ഇതിപ്പോ കുറഞ്ഞാലേ ഈ കട്ടയൊക്കെ വേറെ ആർക്കുണ്ടെങ്കിലും എടുത്ത് ഒപ്പിച്ചോണ്ട് കൊടുക്കണ്ട്. എന്തായാലും ഞാൻ നോമ്പ് പറഞ്ഞിട്ട് പോയിക്കോളാം. എടാ വാസർ ബാങ്കാണ് നോമ്പോർക്കണ മഗ്രിബിനല്ലേ? നോമ്പില്ലാത്തവർക്ക് അസറിനായാലും നോമ്പ് പറക്കാം. എന്റെ പടച്ചോനെ.